സ്വാമി ഗംഗേശാനന്ദയുടെ അഭിഭാഷകനും യുവതിയുമായുള്ള ഫോൺ സംഭാഷണം ഇന്നലെ ഡെയിലി ഇന്ത്യൻ ഹെറാൾഡ് പുറത്തുവിട്ട സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അരമണിക്കൂർ നീളുന്ന ഫോൺ സംഭാഷണം സ്വാമിയെ രക്ഷിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് പോലീസ് നിഗമനം. സ്വാമിയുടെ ലിംഗം മുറിക്കാൻ തന്നെ ചട്ടം കെട്ടിയ അയ്യപ്പദാസുമായുള്ള പ്രണയവും യുവതി അഭിഭാഷകനോട് തുറന്നു പറയുന്നു. പക്ഷേ അയ്യപ്പദാസ് തന്നെ ചതിച്ചു. ഇല്ല, ഞാൻ അവിടെ അയ്യപ്പദാസ് വെക്കുന്ന ഹോട്ടലിൽ കുറച്ച് ദിവസം ക്യാഷിൽ പോയിരുന്നിട്ടൊക്കെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പരിചയമായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ തമ്മിൽ അടുത്തു റിലേഷൻ അല്ലാണ്ട് ഒരു റിലേഷൻ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താ ലവ് റിലേഷൻ ആണോ അതോ ജസ്റ്റ് ഫ്രണ്ട് ആണോ? പക്ഷെ അങ്ങനെയല്ല, ഒരു ലവ് റിലേഷൻ ആണെങ്കിലും ഈ റീസൺസ് ഒക്കെ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ സ്വാമി കണ്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. ആയിക്കോട്ടെ, അതെ, നിങ്ങൾ തമ്മിൽ ഒരു അഫയർ ആയി അപ്പം അല്ലേ? അഫയർ ആയിരുന്നു. സ്വാമിയുടെ കട്ടിലിന്റെ അടിയിൽ അയ്യപ്പദാസ് ഇരിക്കാനായിരുന്നു ആദ്യ പദ്ധതി. പിന്നീട് സ്വാമിയുടെ ലിംഗം മുറിക്കാൻ യുവതിയെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതിനുള്ള കത്തി അയ്യപ്പദാസ് തന്നെയാണ് തനിക്ക് തന്നതെന്നും യുവതി പറഞ്ഞു. 2-3 ദിവസത്തിന് മുമ്പേ ഹീ ജസ്റ്റ് ബോട്ട് ഇറ്റ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആണ് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം നാളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ കണ്ടുപിടിക്കുക. അപ്പം നീ നൈസിന് ആൻസറബിൾ ആണെന്ന് പറഞ്ഞ് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇറ്റ് വാസ് എ വെരി സ്മോൾ നൈസ്. താനും സ്വാമിയുമായി ലൈംഗിക ബന്ധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് യുവതി പറയുമ്പോഴും സംഭവം നടക്കുമ്പോൾ സ്വാമിയുടെ ലൈംഗിക അവയവം തന്റെ കയ്യിലായിരുന്നെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. 7 പുറത്തുന്ന ഡ്രസ്സാണ് തോന്നുന്നു. ഐ വാസ് ഹോൾഡിംഗ് ഇറ്റ്. I was holding his organ. Okay. Yeah, and my plan was like I had to chop it out. I have to cut it. അയ്യപ്പദാസിന്റെ മേൽ കുറ്റം മുഴുവൻ ചുമത്തുമ്പോഴും എന്തിനു വേണ്ടിയാണ് സ്വാമിയുടെ ലിംഗം മുറിക്കാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല. ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്വാമി ഗംഗേശാനന്ദയെ ആശുപത്രിയിൽ യുവതിയും അമ്മയും സന്ദർശിച്ചത് കേസ് അട്ടിമറിക്കാനാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഡെയിലി ഇന്ത്യൻ ഹെറാൾഡ്.